ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ചെമ്മീനും മാങ്ങയും കൂട്ടിയിട്ടൊരു അച്ചാറിടാനാണ് പോകുന്നത്. അപ്പോൾ ചെമ്മീൻ നല്ലോണം കഴുകി കല്ലൊക്കെ കളഞ്ഞ് നല്ലോണം ക്ലീനാക്കിയതാണ്. എന്നിട്ട് ഉണക്കിയെടുത്തിട്ട് നമ്മളൊരു ചട്ടിയിൽ ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ സാധാ പോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് എണ്ണ ഇതിലോട്ട് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. ഒരു 4 ടീസ്പൂൺ എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം കുറച്ച് സമയം തന്നെ ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലോണം ഇങ്ങനെ മൊരിഞ്ഞ് വരും, നല്ലൊരു മണം വരും. കുടിച്ചാലിങ്ങനെ പൊട്ടും. അപ്പോൾ നമ്മൾ ഇതിനെ കോരി മാറ്റാം കേട്ടോ. വേറൊരു പാത്രത്തോട്ട് കോരി മാറ്റാം. അപ്പോൾ നമ്മളെല്ലാം കോരി മാറ്റിയിട്ടുണ്ട് കണ്ടോ. ഇനി ആ ചട്ടിയിലോട്ട് തന്നെ നമ്മൾ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ലോണം ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടാവും. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം കുറച്ച് കടുകിട്ട് കൊടുക്കുക. കറിവേപ്പിലിട്ട് കൊടുക്കുക, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, നല്ലോണം ഇളക്കി കൊടുക്കുക. ഉള്ളിയൊക്കെ ഇപ്പോൾ ചുമന്ന് വന്നിട്ടുണ്ട്. ഞാൻ ചതച്ച് വെച്ചിരുന്നു കുറച്ച് പച്ചമുളക്, അത് കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചി ഒന്ന് ചതച്ച് വെച്ചിരുന്നു, അതിട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി അതിട്ട് കൊടുക്കും. നല്ലോണം ഇളക്കി പച്ചക്കറിയൊക്കെ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മളെ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കുക. സമയത്ത് എണ്ണ ഇല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കട്ടോ. 2 സ്പൂണ്. നമ്മൾ മാങ്ങ ഇതിൽ വഴന്ന് വരണമല്ലോ. ഈ സമയത്ത് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുക. മുളകും പൊടി നമുക്ക് എത്ര ആവശ്യം വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. ഞാൻ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടി പൊടിച്ചതാണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ പൊടികളൊക്കെ ഒന്ന് അതിൽ കിടന്ന് മൂത്ത് വരാൻ. വേറൊരു പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഇങ്ങനെ ആകുമ്പോഴും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നല്ലോണം ഒന്ന് കൂട്ടി ഇളക്കിയാൽ മതി. ഇനി ഇത് ഉലുവ കടുക് പൊടിച്ചതാണ്. ഉലുവ ഒരു 3 ടേബിൾ സ്പൂണ്, കടുക് 1.5 ടേബിൾ സ്പൂൺ, 2 കൂട്ടി പൊടിച്ചതാണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബാക്കി ആക്കിയിട്ടുണ്ട്. അതും കൂട്ടി ഇളക്കുക. ഇനി ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് നോക്കിയിട്ട് പിന്നെയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. നമ്മളെ പാകത്തിന് നമുക്ക് എത്ര ആവശ്യം വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ 1 കപ്പ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. 1.25 കപ്പ് വിനാഗിരി. നല്ലോണം കൂട്ടി യോജിപ്പിക്കുക.
നമ്മളിതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുക നിങ്ങൾ. ഇപ്പം ഇങ്ങനെ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മീനിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഇനി വിനാഗിരിൻ്റെ ആവശ്യമില്ല. വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ ഇനി പുളി അധികമാവും. മാങ്ങയല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് കാലമൊന്നും സൂക്ഷിക്കാൻ പറ്റില്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചാൽ. തിളച്ച വെള്ളം ഞാനൊരു 1.5 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ നോക്കുക. നല്ലോണം തിളച്ചതിന് ശേഷം വാങ്ങി വെക്കുക. എരിവുണ്ടാവും. ഇഞ്ചി പച്ചമുളകും മുളകും പൊടിയും കുരുമുളകൊക്കെ ഇട്ടതല്ലേ, നല്ല എരിവാണ്. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കായ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ ചെമ്മീനും മാങ്ങി അച്ചാറ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.